ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നൊരു ഇമ്മാരി കുടുങ്ങാല്ല. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ തൃശ്ശൂര് ജില്ലയില് പ്രധാനപ്പെട്ട ഒരു മക്കാമില് പോയപ്പോ കണ്ട കാഴ്ചയാണ്. വല്ല കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ മല്ലി, മുളക്, മുതിര, പയറ്, കടുക് ഇന്നുണ്ടാവില്ലേ, അതിന്റെ ഇപ്പുറത്തെ വില പട്ടികയില്ലേ, ഇന്ന് പറഞ്ഞ പോലെ കാലുകളോട് പള്ളിയൊക്കെ കണ്ട കാഴ്ചയാണിത്. എവിടത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം ചെയ്യുന്നതിന് 666 റുപ്യ, ജാറം മൂടുന്നതിന് 100 റുപ്യ. വാഹനം, മോട്ടോ ബൈക്ക് ഐക്കല്ലുണ്ടാക്കാനും ബസ്സും കാറും ലോറിക്കൊക്കെ ഐക്കല്ലോ, മൃഗങ്ങൾക്ക് ഐക്കല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കാന് 100, 250 അങ്ങനെ തോന്നിയ പൈസ. പേര് വിളിക്കാൻ, മുടിയെടുക്കല്, തൊട്ടില് കെട്ടാന്, രൂപങ്ങൾക്ക്. എവിടത്തെ കാര്യയുടെ ചങ്ങായിമാരെ, എന്തെന്നാ നിങ്ങള് കളിക്കണത്? ഇത് എന്തെന്ന് കഥയപ്പത്? യാസീനോദാറിയാത്തൊരു പോണ്ടടോ ദിയാറത്തിന്. മൗലൂദ് ഓതാ അറിയില്ലെങ്കിൽ കൂടിയിലും മൊയ്യക്കന്മാരെ വിളിച്ച് മൗലൂദ് ഓദിക്ക്. നിങ്ങൾ അവിടെ പോയിട്ട് എന്തിനാ ഈ മൗലൂദ് ഓതിന്? ഇത് ആർക്കാണ് ഈ പൈസ പോണ്? എന്താണ് ഇപ്പൊ ഇതിന്റെ കഥ? ഇത് കേന്ദ്ര കമ്മിറ്റിയാണോ അതോ കേരളത്തിന്റെ കമ്മിറ്റിയാ? ഏത് കമ്മിറ്റിക്കപ്പൊ ഈ പൈസ പോണ്? അതോ കമ്മിറ്റിക്കാരുടെ പോക്കറ്റിലേക്കാ, പള്ളി കമ്മിറ്റിക്കാരുടെ പോക്കറ്റിലേക്കാണോ? അതോ ഇതൊന്ന് കക്ക്? എന്താ ഇതിന്റെ ഉദ്ദേശം? നമുക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്ക. ഒരു സുന്നിയായിട്ടുള്ള പള്ളിയിലാണ്, വെറുതല്ല മറ്റുള്ള ജാതി ആയാലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ഈ കളിയാക്കണ്. ഇതല്ലേ ഈ അവസ്ഥ? മുൻപ് പറഞ്ഞതിന് കൈസ എന്താ അവിടെ പലിശക്ക് പണം കൊടുക്കുന്ന പരിപാടി? അതെ, എന്തപ്പോ നിങ്ങളുടെ ഉദ്ദേശം? എന്തപ്പോ അറിയാനായിട്ട് ചോദിക്കുക. ഒരു പള്ളിയുടെ പേരും വെച്ചിട്ട് ഈ വക പ്രൈസ് ലിസ്റ്റ് ഇട്ടിട്ട് നടക്കാം. നാണില്ലേ ചങ്ങായിമാരെ? എന്താ നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ? ഇപ്പൊ നീർച്ചൊക്കെ കഴിഞ്ഞതാണല്ലോ. നീർച്ചക്കൊക്കെ ഒരു സംഖ്യ പിരിഞ്ഞുണ്ടാവും അല്ലേ? വല്ലാത്ത ജാതിക്കള്. എന്താണ് ചങ്ങായിമാരെ, എന്താ അന്തല്ലാത്ത കാട്ടിക്കൂട്ടിലായി കാട്ടിക്കൂട്ടിയൊക്കെ? അല്ല, എന്തിനപ്പോ കമ്മിറ്റിക്കാരെ പറഞ്ഞു? പോണ ജന്തുക്കളെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങോട്ട് കായലും കെട്ടി വായോ കളിയോട് പള്ളിക്ക്. സംഗതി ശരിയാണ്, അവിടെ നല്ലൊരു ജാറുണ്ട്, നല്ലൊരു ആളെന്നെയാണ് അവിടെ വഫാത്തായതും. എന്താണ് ഇപ്പൊ എന്തപ്പോ നിങ്ങളുടെ കഥ? എന്തിനു പറയണ്? കൊണ്ടേ കൊടുക്കണവരെ കൊടുത്തോളെ. അതന്നെ, ഇമ്മാര് തട്ടിപ്പായിട്ട് നടക്കണ കൊറേ ഇതുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളാം മക്കളെ. അല്ലെങ്കിൽ നയിക്കണ പൈസ ഇങ്ങനെ ഞങ്ങള് ജാർത്തിൽ അവിടെ ഇവിടെയും കൊണ്ടുപോയി ഇടേണ്ടി വരും. അത് മറ്റോനെ ബെൻസ് കാറും BMW ഒക്കെ മേടിച്ച് 2 നില കൊട്ടാരൊക്കെ കയറ്റി അവരിങ്ങനെ പറമ്പ് റിയൽ എസ്റ്റേറ്റ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നോട്ടെ കേട്ടോ. നിങ്ങളെ കായ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. നിങ്ങളെ ഒരു കുഴിക്കുമ്പോ വേറൊരു കുഴിക്ക് പോവും, മനസ്സിലായോ? നിങ്ങൾ ഈ ധർമ്മക്കാർക്ക് 5 പൈസ കൊടുക്കണില്ല. കാളികളോട് പള്ളിക്ക് കുറെ ധർമ്മക്കാരുണ്ട്. നിങ്ങൾ പാവങ്ങൾക്ക് ചോറ് വെച്ച് കൊടുത്തോ, അല്ലെങ്കിൽ അവന്റെ അരി വിതരണം ചെയ്തോ? നിങ്ങൾ ഈ പള്ളിക്ക് കൊണ്ടുപോയിട്ട് ചൊരിയാൻ നിൽക്കണം എന്തിനാ? പള്ളിക്കുന്ന ആരുടെ അടുത്തൊക്കെ പോണത് നിങ്ങൾക്ക് വല്ല നിശ്ചയുണ്ടോ? എന്തപ്പോ ഇതിന്റെ കഥ? എന്തപ്പോ ഇതിന്റെ ഇക്കല്ല ഒരു ലെവലും കിട്ടുന്നില്ല. ആകെ അന്താളിച്ച് എന്ത് മൊയിലേക്കന്മാരാടെ ചങ്ങായിമാരങ്ങള്? എന്ത് മൊയിലേക്കന്മാരാ? നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉള്ളത്? ഒരു 3 റുപ്യക്ക് മേടിക്കണം മത്തിക്കുണ്ടാവും ചങ്ങായിയെ തലയുടെ ഉള്ളിൽ ഒരു ശേഖരം ബുദ്ധി. ആ ബുദ്ധി ഉണ്ടായ മൊയിലേക്കന്മാരെ ഉണ്ടാ? എല്ലാ മൊയിലേക്കന്മാരെ ആക്ഷേപിക്കുകയല്ല. ഈ പള്ളിക്ക് ഈ കൂട്ടു നിൽക്കണ ഈ യാസീനോദാനും മൗലീദ് പാരായണം ചെയ്യാനും നിൽക്കണ മൊയിലേക്കന്മാർക്ക് എത്രത്തോണ്ട് ബുദ്ധിയുണ്ട്? ഉണ്ടാ? എന്റെ ജാതിക്കളെ, വല്ലാത്ത ജാതിക്കളട്ടങ്ങള്. കിട്ടിയാക്കളെ എന്താ കത്തണ പേരെന്ന് ഊരിനെ കഴിക്കോലും ലാഭം എന്ന് പറഞ്ഞ പോലെ ഉള്ളേ കൂടെ അങ്ങോട്ട് പിഴിയന്നല്ലേ? കാമുക്കോളെ, പോണ ആൾക്കാർ ഇനി എന്തിനാ മൊയിലേക്കന്മാരാ പറയണേ? പോണ കൈതോള് ശരിയല്ലെങ്കിൽ കഴിഞ്ഞില്ലേ കാര്യങ്ങള്? ഓക്കെന്നാ എല്ലാവരും ശ്രദ്ധിച്ച് പെരുമാറിക്കോളാം, അല്ലെങ്കിൽ ഉള്ളതൊക്കെ അവര് മേടിച്ചേക്കും കേട്ടോ.